ഹലോ, വെൽക്കം all of you. HSST സുവോളജി ബോട്ടണി വിഷയങ്ങളിലെ PSC നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റോടുകൂടെ വരുമെന്നാണല്ലോ നാം പ്രതീക്ഷിക്കുന്നത്. സെൻസോബില് ഓൺലൈൻ ഓഫ്ലൈൻ ലോങ് ടേം ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. സുവോളജി ബോട്ടണി വിഷയങ്ങളിൽ പല HSST എക്സാമുകളിലും സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകൾ ലഭിക്കുകയുണ്ടായി. ഉയർന്ന റാങ്കുകൾ ലഭിക്കുന്നതിന് ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്കിനി 2022 HSST സുവോളജി എക്സാമിന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. അതിന് മുമ്പ് കോഴ്സ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ്സസ് ഓൺലി അറ്റ് തിരുവനന്തപുരം, ഓൺലൈൻ ക്ലാസ്സസ്, ലൈവ് ലെക്ചർ ക്ലാസ്സസ് ആൻഡ് വീക്കെൻഡ് ടെസ്റ്റ് എക്സെട്ര വയ Zoom, recorded lecture and live doubt clearance classes via Zoom, simple instant notes, practice tests and note tests, etc. Simple instant notes it includes comprehensive collection of study materials covering all the topics in our syllabus of our exam, including detailed descriptive notes with the MCQs. Another question of them. Choose the correct statement regarding the characteristics of a gram-positive bacterial cell wall. Cell wall is a peptidoglycan. A. It consists of multiple layers of peptidoglycan. It is thicker than associated with the gram-negative bacteria. C. It contains teichoic acid. D. All the above. ഇതിലെ ആൻസർ ഡി ആണ്. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുമ്പ് 2022 HSST സുവോളജിയിലെ ക്വസ്റ്റ്യനിൽ അൾട്രാസ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കാണിക്കാം. അതിനുശേഷം ഞാൻ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഇത് രണ്ടും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സുവോളജിയിലും ബോട്ടണിയിലും അതുപോലെ സെറ്റ്, HSST തുടങ്ങി പല കോമ്പറ്റേറ്റീവ് എക്സാമിലും അൾട്രാസ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഈ പോർഷൻ ഭംഗിയായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഇതാണ്. Select the incorrect statement regarding peptidoglycan. It occurs in the form of a bag-shaped macromolecule surrounding the cytoplasmic membrane, plasma membrane. It is present in prokaryotic cell wall. It is a polymer consisting of N-acetyl glucosamine, N-acetyl muramic acid, and amino acids like alanine, lysine, etc. None of them. Incorrect statement ആണ് ചോദിച്ചിരിക്കുക, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ, അപ്പൊ ഇതിവിടെ ആൻസർ നൺ ഓഫ് ദ എബവ് ആണ്. നമുക്ക് അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അന്നേരം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പൊതുവെ ഒരു ബാക്ടീരിയൽ സെൽ എൻവലപ്പില് 3 ലേയേഴ്സ് കാണാം. എന്തൊക്കെയാണ്? ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ. എല്ലാത്തിലും ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് ഒരേപോലെ ഇരിക്കത്തില്ല. ഇപ്പൊ ഗ്ലൈക്കോകാലിക്സ് ഡിഫേഴ്സ് ഇൻ കോമ്പോസിഷൻ ആൻഡ് തിക്നെസ് എമംഗ് ഡിഫറെന്റ് ബാക്ടീരിയ. It could be a loose sheath called a slime layer in some, while in others it may be thick and tough called capsule. The capsulated bacteria and the non-capsulated mutated ഉണ്ടല്ലോ. ഞാൻ ഡയഗ്രാം ഒന്ന് കാണിക്കാം. ഓക്കെ, ഇവിടെ ഏറ്റവും പുറമെ എന്താ കാണിച്ചിരിക്കുക? ബാക്ടീരിയയുടെ ഏറ്റവും പുറമേയായിട്ട് ഗ്ലൈക്കോകാലിക്സ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താണ്? കാപ്സ്യൂള. ഞാൻ പറഞ്ഞു ഗ്ലൈക്കോകാലിക്സ് ചിലപ്പോൾ എന്താണ്? കാപ്സ്യൂലായിരിക്കും, ചിലപ്പോൾ സ്ലൈം ലെയർ ആക്കാം. ഓക്കെ, അപ്പോ തൊട്ടടുത്ത് എന്താണ് കാണുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ, അത് സെൽ വാള്, അതിനുള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, then based on the staining procedure bacteria can be classified അങ്ങനെയല്ല, gram positive and gram negative bacteria എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. പെപ്റ്റിഡോഗ്ലൈക്കൻ, അതായത് muramic acid, is a major component of the cell walls of most bacteria. Peptidoglycan layer more thicker in gram positive bacteria compared to gram negative bacteria.
അപ്പോൾ ശരിക്കും പ്ലാസ്മ മെംബ്രെയിൻ, അതായത് പ്ലാസ്മ മെംബ്രെയിനെ ചുറ്റി അതിനെ സറൗണ്ട് ചെയ്ത് ഒരു ബാഗ് പോലുള്ള സ്ട്രക്ചറായിട്ട് എന്താ പെപ്റ്റിഡോഗ്ലൈക്കൻ മാറിയിരിക്കുകയാണ്. ഇൻ gram positive bacteria, the cell wall contains tightly bound teichoic acid. Cell wall peptidoglycanലാണ്, plasma membrane അല്ല. In gram positive bacteria, the cell wall contains the teichoic acid. In gram positive bacteria like Mycobacterium, Nocardia, Corynebacterium, etc., the cell wall contains very long chains of fatty acids called mycolic acid. അപ്പൊ എല്ലാ gram positive ബാക്ടീരിയയിലും കാണത്തില്ല. എന്താണ് gram positive bacteria like Mycobacterium, Nocardia, Corynebacterium, etc. ഓർത്തിരിക്കുക, ഇതെല്ലാം ക്വസ്റ്റ്യൻസിന് ഓരോ എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഈ പോയിന്റുകളെല്ലാം. ഇനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പ്രത്യേകിച്ച് നോക്കുക. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഇറ്റ് പൊസസ് എ റിലേറ്റീവ്ലി തിൻ സെൽ വാൾ, അതായത് സിംഗിൾ ലെയർ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. The cell wall of gram-negative bacteria is surrounded by an additional membranous structure called the outer membrane. Very, very important. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ബാക്ടീരിയയില് ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, അടുത്ത സെൽ വാൾ അതായത് പെപ്റ്റിഡോഗ്ലൈക്കൻ, അടുത്ത പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ പെപ്റ്റിഡോഗ്ലൈക്കന് പുറമെ ഗ്ലൈക്കോകാലിസ് ഉണ്ടെങ്കിൽ ഗ്ലൈക്കോകാലിസ് ചിലപ്പോൾ എല്ലാത്തിലും ഗ്ലൈക്കോകാലിസ് കാണണമെന്നില്ല. അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കന് പുറമെ ഞാൻ നെഗറ്റീവ് ബാക്ടീരിയയുടെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പ് സെൽ വാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സറൗണ്ടഡ് ബൈ an additional membranous structure called the outer membrane. അപ്പോൾ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എന്തെല്ലാം കാണാം? ഏറ്റവും പുറമെ ഗ്ലൈക്കോകാലിസ് അത് ഉണ്ടെങ്കിൽ, ദെൻ കാരണം എല്ലാ ബാക്ടീരിയയിലും ഗ്ലൈക്കോകാലിസ് കാണണമെന്നില്ല. ഇനി ഗ്ലൈക്കോകാലിസിനുള്ളിൽ ഔട്ടർ മെംബ്രെയിൻ, ദെൻ പെപ്റ്റിഡോഗ്ലൈക്കൻ, ദെൻ ദ ഇന്നർ മോസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ. നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക, മറന്നു പോകരുത്. ദെൻ ഔട്ടർ സർഫേസ്, ഔട്ടർ മെംബ്രെയിൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കണ്ടെയ്ൻ ലിപ്പോപോളിസാക്കറൈഡ്സ്. അപ്പോൾ ഔട്ടർ ഫേസ് ഓഫ് ഔട്ടർ മെംബ്രെയിൻ അതിന് വലിയ പ്രാധാന്യമില്ല, എന്നാലും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ആ പോയിന്റ് ഒക്കെ വെച്ച് ചോദിക്കും. എന്തായാലും ഔട്ടർ മെംബ്രെയിനിലെന്ന് വിചാരിക്കുക. അപ്പൊ നെഗറ്റീവ് ബാക്ടീരിയക്ക് എന്തുണ്ട്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്തുണ്ട്? പെപ്റ്റിഡോഗ്ലൈക്കന് പുറമെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ആ ഔട്ടർ മെംബ്രെയിനിൽ എന്തുണ്ട്? LPS, ലിപ്പോപോളിസാക്കറൈഡ്സ്. അപ്പോൾ അത് പെപ്റ്റിഡോഗ്ലൈക്കനിലല്ല. അതുപോലെ ഔട്ടർ മെംബ്രെയിനിൽ എന്തുണ്ട്? പോറിൻസ് ഉണ്ട്. അപ്പൊ LPSും പോറിൻസും എല്ലാം കാണുന്നത് എവിടെയാണ്? ഔട്ടർ മെംബ്രെയിൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ്, നോട്ട് ഇൻ പെപ്റ്റിഡോഗ്ലൈക്കൻ. അതുപോലെ പോസിറ്റീവിലല്ല. ഇനി നമ്മൾ പ്രധാനപ്പെട്ട പെപ്റ്റിഡോഗ്ലൈക്കന്റെ സ്ട്രക്ചർ ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പെപ്റ്റിഡോഗ്ലൈക്കൻ കൺസിസ്റ്റ് ഓഫ് റിപ്പീറ്റിംഗ് ഡൈസാക്കറൈഡ്സ്. ഓക്കെ, ആദ്യം ഡൈസാക്കറൈഡ്സ്. ഓക്കെ, ഇത് ഒരു ഡൈസാക്കറൈഡ് ആണ്, ഇത് മറ്റൊരു ഡൈസാക്കറൈഡ് ആണ്. ഉണ്ടോ? ഇതാ ഒരു ഡൈസാക്കറൈഡ്, ഇത് മറ്റൊരു ഡൈസാക്കറൈഡ്. ഇവിടെ സാധാരണ ഡൈസാക്കറൈഡ്സ് നമുക്കറിയാം. എന്താ? സൂക്രോസ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നത്, ലാക്ടോസ്, ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നത്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ കാണുന്ന മോണോസാക്കറൈഡ്, ഈ ഡൈസാക്കറൈഡിലെ മോണോസാക്കറൈഡ് ഒരു പ്രത്യേക പേരാണ്, പലർക്കും അറിയാമായിരിക്കും. എന്താണ്? നാം. ഇതാ നാം, ഇത് നാഗ്. അപ്പൊ ഇത് നാം, ഇത് നാഗ്, റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ടോ? അപ്പൊ ഇവിടെ നാം എന്താണ്? N-acetyl ഗ്ലൂക്കോസമൈൻ, നാഗ്. നാം എന്ന് പറയുന്നത് N-acetyl മുറാമിക് ആസിഡ്. ഓക്കെ, റിപ്പീറ്റിംഗ്. അത് എന്തുകൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് ഈ റിപ്പീറ്റിംഗ് യൂണിറ്റ്? ഇവിടെ β14 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എന്താണ്? β14 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്, അപ്പൊ β14 ഇതാവുന്ന ഇവിടെ ഈ β14 ഗ്ലൈക്കോസിഡ് ലിങ്കേജ്, ഇതാണ് ലൈസോസൈം. നമ്മുടെ ലൈസോസൈം പെപ്റ്റിഡോഗ്ലൈക്കനെ ക്ലീവ് ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് ഇതാണ്, ഈ സ്ഥലത്താണ്. അടുത്ത പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു ടെട്രാപെപ്റ്റൈഡ് ചെയിൻ consisting of 4 amino acids
അതായത് എൽ അലാനിൻ, ഓക്കെ, എൽ അലാനിൻ, ഡി ഗ്ലൂട്ടമിക് ആസിഡ്, എൽ ലൈസിൻ, ഡി അലാനിൻ. ഒന്നും കൂടെ, എൽ അലാനിൻ, ഡി ഗ്ലൂട്ടാമിക് ആസിഡ്, എൽ ലൈസിൻ, ഡി അലാനിൻ. ഇപ്പൊ എൽ അമിനോ ആസിഡ് ഉണ്ട്, ഡി അമിനോ ആസിഡ് ഉണ്ട്, അല്ലെ? അപ്പോ ഡി അമിനോ ആസിഡ് ഇതിൽ കാണുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ യൂണീക്ക് ആണ്. പ്രകൃതിയിൽ കാണുന്ന മിക്കവാറും പ്രോട്ടീനിൽ എന്താണ്, എല്ലാണ് ഡി അമിനോ ആസിഡ് ഉള്ളത് കൊണ്ടാണ് പല പ്രോട്ടീൻസും ഇതിൽ ആക്ട് ചെയ്യാത്തത്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റേ നമ്മുടെ നോട്ട്സിൽ, സിമ്പിൾ നെറ്റ് നോട്ട്സിൽ എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു യുണീക്ക് കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് റിപ്പീറ്റിംഗ് ഡൈസാക്രൈഡ്സ് ഉണ്ട്, നാം നാഗ്, അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് β1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇനി മറ്റൊരു പോയിന്റ് പറഞ്ഞു, നാഗിലല്ല, നാമില് എന്താണ്, ടെട്രാപെപ്റ്റൈഡ് ചെയിൻ കണ്ടെയ്നിങ് 4 അമിനോ ആസിഡ്, ചിലതിൽ 5 ഉണ്ട്. ഇപ്പൊ 4 അമിനോ ആസിഡ് ടിപ്പിക്കൽ ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് നാം. ദ തേർഡ് അമിനോ ആസിഡ് ചിലതിൽ മാറാം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. മൂന്നാമത്തത്, അപ്പൊ ഇതാണ് ഓർഡർ മാറിപ്പോരുത്. എൽ അലാനിൻ അവസാനിക്കുന്നത് ഡി അലാനിൻ. ഇനി ഇത് ആൾട്ടർനേറ്റ് ചെയ്താണ് വരുന്നത്. പിന്നെ അതുകൂടാതെ മൂന്നാമത്തത് ലൈസിൻ ആണ്, പക്ഷെ ചിലതിൽ ത്രിയോണിൻ വരാം. എക്സെപ്ഷൻസ് ചോദിക്കാം. ഇനി മറ്റൊരു എക്സാമിന് ചോദിച്ചതാണ്, ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ലൈക്ക് ഈക്കോളൈ, എല്ലാത്തിലുമല്ല, ഈക്കോളൈ പോലെയുള്ള ചില ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയില് തേർഡ് അമിനോ ആസിഡ് ഈ ലൈസിന് പകരം ഡൈ അമിനോ പിമിലിക് ആസിഡ് വരാം. എന്താണ് ഡൈ അമിനോ പിമിലിക് ആസിഡ്? അത് എവിടെ കാണുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ നോക്കിയിരിക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ഡൈസാക്രൈഡ്സ് ഇങ്ങനെ കണ്ടോ. പിന്നെ നമുക്ക് ടെട്രാപെപ്റ്റൈഡ് ഇങ്ങനെ പാരലായിട്ട് കാണുന്നുണ്ടോ. ഇതാണ് പാരലായിട്ടല്ലേ കാണുന്നത്, കണ്ടോ, പാരലായിട്ട്. ഈ പാരലായിട്ട് കാണുന്ന ഈ ടെട്രാപെപ്റ്റൈഡിനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ടോ, എന്താണെന്ന് അറിയാമോ? PPCB. എന്താണ്? പെന്റാഗ്ലൈസിൻ പെപ്റ്റൈഡ് ക്രോസ് ബ്രിഡ്ജ്. പേര് കൊണ്ട് തന്നെ അറിയാം, 5 ഗ്ലൈസിൻ പെന്റാ. അത് ഏതെല്ലാം അമിനോ ആസിഡിനെ ബന്ധിപ്പിച്ചിരിക്കുന്നതും ഇമ്പോർട്ടന്റ് ആണ്. The parallel tetrapeptide side chains are linked by a pentaglycine peptide cross bridge that contains 5 amino acids. ഏതിനെല്ലാം ബന്ധിപ്പിക്കുന്ന നോക്കി. ഇതാ ഇവിടെ എന്താണ്, അലാനിൻ, ഡി ഗ്ലൂട്ടാമിക് ആസിഡ്, ദെൻ ലൈസിൻ, അലാനിൻ. ഇവിടെ മൂന്നാമത്തെ ഇതാണ് ലൈസിൻ. അപ്പോ PPCB links L lysine of 1 tetrapeptide എന്ന് പറയാം, മൂന്നാമത്തതും tetrapeptide with D alanine of the other tetrapeptide. മറ്റേ ടെട്രാപെപ്റ്റൈഡിന്റെ ഡി അലാനിൻ അല്ലേ. ഇപ്പൊ ഡി അലാനിൻ ഇതാണ്. പിന്നെ ലാസ്റ്റിലെ ഓക്കെ, ഈ ഞാൻ പറഞ്ഞല്ലേ, ഇതിൽ ഓരോന്നും ഓരോ പോയിന്റ് ആണ് ചോദിക്കുന്നത്. The PPCB links the L lysine of 1 tetrapeptide with the D alanine of the other tetrapeptide. Okay, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ആദ്യം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണല്ലോ. ഇറ്റ് ഈസ് തിക്കർ ദാൻ അസോസിയേറ്റഡ് വിത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ശരിയാണല്ലോ. ഇറ്റ് കണ്ടെയ്ൻസ് ടെക്കോയിക് ആസിഡ്, ആൾ ദ എബോവ് അല്ലേ. അത് ആൻസർ ഡി ആണ്. നമുക്ക് പഠിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. അവിടെ സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ആണ് റിഗാർഡിംഗ് ദ പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ ബാഗ് ഷേപ്ഡ് മാക്രോമോളിക്യൂൾ സറൗണ്ടിങ് ദ സൈറ്റോപ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മോംബ്രെയിൻ അല്ലേ. കറക്റ്റ് അല്ലേ. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പ്രൊക്കാരിയോട്ടിക് സെൽ വാൾ, അതായത് ബാക്ടീരിയയിലാണ്. ഇറ്റ് ഈസ് എ പോളിമർ കൺസിസ്റ്റിംഗ് ഓഫ് N-acetyl glucosamine, N-acetyl muramic acid, amino acid like alanine, lysine, etc. ശരിയല്ലേ. അപ്പോ ഇവിടെ തെറ്റായിട്ടൊന്നുമില്ല, നൺ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Find out the true statement regarding the lac of brom. Lac of brom is an inducible system.
Lacoprone is repressible system. Lacoprone of E. coli contains 4 structural genes. None of the above. ഇവിടെ ഇൻഡ്യൂസിബിൾ സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. റെപ്രസിബിൾ ഏതിലാണെന്ന് വിവിധ കാര്യങ്ങൾ നമുക്ക് അറിയാം. അറിഞ്ഞിടാത്തവർ പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കാം. ഇവിടെ when E. coli is transferred to a lactose, അതായത് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ് ആകാമല്ലേ, അതെല്ലാം ലാക്കോപ്രോൺ നമ്മുടെ പഠിപ്പിക്കുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. Medium, the lactose binds to the repressor. Lactose functions as an inducer and prevents the repressor from interacting with the operator. ഞാൻ ഈ ഡയഗ്രാം ഒന്ന് കണ്ട വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഇതാണ് സ്ട്രക്ചറൽ ജീൻസ് അല്ലെ, ZYA ജീൻസ്. ഇത് എന്താണ്, കൺട്രോൾ ജീൻസ് ആണ്. ഇവിടെ ഐ ജീൻ, റെഗുലേറ്ററി ജീൻ, പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, ഓരോന്നിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാം. റെഗുലേറ്ററി ജീൻ അവിടെ നിന്ന് mRNA പ്രൊഡ്യൂസ് ചെയ്തിട്ട് റെപ്രസർ പ്രോട്ടീൻ ഇതാ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റെപ്രസർ പ്രോട്ടീനിൽ ഇവിടെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ആരാണ്? ലാക്ടോസ് ആണ്. അപ്പൊ ഇൻഡ്യൂസർ എന്ന് പറയുന്ന ലാക്ടോസ് when it bind to the repressor is no longer able to bind to the operator അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? The RNA polymerase can now transcribe the structural genes. Thus, lactose induces അല്ലെങ്കിൽ de-represses the expression of structural genes. The structural genes now become active and the corresponding enzymes are produced which metabolize lactose. Clear അല്ലേ? Then next question വളരെ സിമ്പിൾ ആണ്. അതായത് acetyl coenzyme A combines with which among the following to form a 6-carbon compound in TCA cycle? വളരെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്സാലോഅസെറ്റേറ്റ് ആണല്ലോ. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഗ്ലൈക്കോലൈസിലും ക്രബ് സൈക്കിളിലും എല്ലാം അതുപോലെ ടെർമിനൽ ഓക്സിഡേഷൻ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്ഫോർ സിസ്റ്റം വളരെ പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കുക. അത് വളരെ ഭംഗിയായിട്ട്, പക്ഷെ അതിന് കുറച്ചുകൂടെ എബോവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ഇതൊരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 2022 HSST സുവോളജിക്ക് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ. Identify the class of MHC which is recognized by CD4 the TH cell, അതായത് helper cell. Identify the class of MHC, major histocompatible complex, which is recognized by the CD4 helper T cell. MHC3, MHC2, MHC1, MHC cannot recognize T cells. ആൻസർ ബി ആണ്, MHC2 ആണ്. അതും ഞാൻ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. MHC ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ്. ഞാൻ നേരത്തെ അൾട്രാസ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ പറഞ്ഞതുപോലെ മിക്കവാറും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നോക്കാം, ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന കൂട്ടത്ത് വരിക. നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി 2 തരമല്ലേ ഉള്ളത്, ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ്. ബി സെൽസ് വഴിയുള്ള ഇമ്മ്യൂണിറ്റിയാണ് എന്താ, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ടി സെൽസ് വഴിയുള്ളതാണ് എന്താ, സെൽ മീഡിയേറ്റഡ്. അപ്പൊ ബി സെൽസും ടി സെൽസും ഒരു ആന്റിജൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താ വ്യത്യസ്ത രീതിയിലാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോ ഫസ്റ്റ്ലി എന്താ, ബി സെൽസ് ക്യാൻ റെക്കഗ്നൈസ് എ വെറൈറ്റി ഓഫ് മാക്രോ മോളിക്യൂൾസ്. അതായത് ഞാൻ ഇതിൽ രണ്ട് വ്യത്യാസം പ്രധാനമായിട്ടുണ്ട്, ഞാൻ പറയാം. ബി സെൽസ് ക്യാൻ റെക്കഗ്നൈസ് എ വെറൈറ്റി ഓഫ് മാക്രോ മോളിക്യൂൾസ് സച്ച് ആസ് പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ് ആകട്ടെ, ന്യൂക്ലിക് ആസിഡ്സ്, ഇങ്ങനെയുള്ള പല ആന്റിജൻസിനെയും ബി സെൽസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ് ചെയ്തനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ ഇന്ററാക്ട് ചെയ്യും. അത് നമുക്ക് ഇവിടെ വേണ്ടത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. എന്നാലും ഞാൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് ബി സെൽസിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ബി സെൽസ് ക്യാൻ റെക്കഗ്നൈസ് എ വെറൈറ്റി ഓഫ് ആന്റിജൻസ് അല്ലെ, പ്രോട്ടീൻസ് മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ പോളിസാക്കറൈഡ് ആയിട്ടുള്ള ആന്റിജൻ ആകാം, പലതുമാകാം. വൈൽ ടി സെൽസ് ക്യാൻ റെക്കഗ്നൈസ് ഓൺലി പ്രോട്ടീൻ ആന്റിജൻസ് ഇൻ ദ ഫോം ഓഫ് പെപ്റ്റൈഡ്. എന്നാൽ ടി സെൽസിന് പ്രോട്ടീൻ ആന്റിജൻസിനെ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുള്ളൂ, അത് പെപ്റ്റൈഡ് രൂപത്തിലാക്കിയ ശേഷം, പ്രോട്ടീൻസിനെ ഫ്രാഗ്മെന്റ് ആക്കിയതിനു ശേഷം. ഞാനിവിടെ ഇനി അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇതൊരു കാര്യം. രണ്ടാമത്, സെക്കൻഡ്ലി, ബി സെൽസ് ക്യാൻ റെക്കഗ്നൈസ് ഇൻടാക്ട് ആന്റിജൻസ്, അതായത് നോട്ട് ആൾട്ടേർഡ് ഓർ ബ്രോക്കൺ. ഞാൻ നേരത്തെ പറഞ്ഞു
ടി സെൽസിന് പ്രോട്ടീൻ മാത്രം, പ്രോട്ടീൻ തന്നെ എങ്ങനെയാ ഫ്രാഗ്മെന്റ് ആയി പെപ്റ്റൈഡ് രൂപത്തില്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇൻടാക്ട് ആന്റിജൻസ് ബി സെൽസിന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. വൈൽ ഇൻ ടി സെൽസ്, അതാണ് നമുക്ക് പ്രാധാന്യം, ഞാൻ പറഞ്ഞു ഇവിടെ പ്രാധാന്യം. T cells can recognize antigen only when the antigen is displayed on MHC, major histocomplete complex, presented on the antigen presenting cells in which it is partly degraded. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാണില്ല. ഇതാ ഈ ഡയഗ്രാം നോക്കി, ഇതാ ഈ ഡയഗ്രാം നോക്കി, കണ്ടോ? ഇത് ഒരു മാക്രോഫേജ് ആണ്. മാക്രോഫേജ് ഡെൻഡ്രിറ്റിക് സെൽസ് എല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ആന്റിജൻ പ്രസന്റിങ് സെൽസ് ആണ്. ആന്റിജൻ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷൻ നമുക്ക് ഇമ്മ്യൂണോളജി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ ലളിതമായിട്ട് ഞാനൊന്ന് ഇവിടെ പറയാം, ഇവിടെ MHC മനസ്സിലാക്കാൻ വേണ്ടി. ഇതാ ടി സെൽസ് ഞാൻ പറഞ്ഞു ഇൻടാക്ട് അല്ല ഉപയോഗിക്കുന്നത്. ഇതാ ഒരു മാക്രോഫേജ്, അതിനകത്ത് ഒരു ആന്റിജൻ കയറുകയാണ്, അതിനെ കണ്ടോ പ്രോസസ് ചെയ്ത് കണ്ടോ പല ഫ്രാഗ്മെന്റ്സ് ആക്കി. അപ്പൊ ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദിസ് മാക്രോഫേജ് സെൽ. ഇവിടെ മാക്രോഫേജ്, ചിലതില് മാക്രോഫേജ് അല്ല, ചിലപ്പോൾ ഡെൻഡ്രിറ്റിക് സെൽസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു സെല്ലിനകത്ത് തന്നെ കയറിയതിന് ശേഷം ആന്റിജൻ ഗെറ്റ് പ്രോസസ്ഡ്, അതാണ് ആന്റിജൻ പ്രോസസ്സിംഗ്, ദെൻ പ്രസന്റഡ്. അതാ ഈ മാക്രോഫേജിലുള്ള ആന്റിജൻ പ്രസന്റിങ് സെല്ല് വെച്ച് ആന്റിജൻ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആകുന്നു, അതാണ് ആന്റിജൻ ഗെറ്റ് പ്രോസസ്ഡ്. The processed antigens are then displayed on the cell surface. കണ്ടോ ആ സെല്ലിന്റെ സർഫേസിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുക, കണ്ടോ? ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? The processed antigen displayed on the cell surface bound to MHC molecules. ഏതിലാ ബൈൻഡ് ചെയ്തിരിക്കുന്നത്? ഈ MHC മോളിക്യൂളിൽ ബൈൻഡ് ചെയ്തായിരിക്കുന്നത്. ഒന്നും കൂടെ, മാക്രോഫേജ് പോലുള്ള ആന്റിജൻ പ്രസന്റിങ് സെല്ലിനകത്ത് വെച്ച് ആന്റിജൻ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആകുന്നു. ആന്റിജൻ ഏതാണ്? പ്രോട്ടീൻ പോലുള്ളതാണ്, അതേ ടി സെൽ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ ആന്റിജൻ. Then the processed antigens are then displayed on the cell surface bound to MHC. MHC വന്നു. എന്നിട്ട് അങ്ങനെയുള്ള ആന്റിജനെയാണ് കണ്ടോ ടി ലിംഫോസൈറ്റ്സ് വന്നിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. MHC proteins. MHC proteins are expressed on the cells of all higher vertebrates. They were first demonstrated in mice. മൈസിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. മൈസിൽ കണ്ടുപിടിച്ച MHC മോളിക്യൂളിനെ H2 ആന്റിജൻസ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഞാൻ ഈ തരുന്ന ഈ നോട്ട്സിലൊക്കെ ഇതിപ്പോ ഏതോ ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അതിന് ആണെങ്കിൽ ഈ എക്സ്പ്ലനേഷനിൽ വരുന്ന ഇത് മിക്കവാറും കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ മൈസിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. മൈസിൽ കണ്ടുപിടിച്ച MHCയുടെ പേര് H2 ആന്റിജൻസ് എന്നാണ്. ഹിസ്റ്റോകോമ്പറ്റിബിലിറ്റി 2 ആന്റിജൻ ഇൻ മൈസ്. MHC ജീൻസ് എന്ന് പറഞ്ഞാൽ മൈസിൽ കാണുന്ന H2 ആന്റിജൻസിന്റെ അത് സിന്തസൈസ് ചെയ്യുന്ന ജീൻ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ക്രോമസോം നമ്പർ 17 ആണ്. പക്ഷെ ഹ്യൂമനിൽ 6 ആണ്, മാറിപ്പോയി. ഇൻ ഹ്യൂമൻസ് ദേ ആർ കാൾഡ് HLA ആന്റിജൻസ് എന്ന് തന്നെ പറയുന്നത്. ഇപ്പോഴും MHC എന്ന് തന്നെയാണ്, എന്നാലും സാധാരണ HLA ആന്റിജൻസ് എന്ന് പറയും. കാരണം ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് അസോസിയേറ്റഡ് ആന്റിജൻസ് എന്നാണ്. ബിക്കോസ് ദേ ആർ ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ഓൺ ല്യൂക്കോസൈറ്റ്സ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് HLA. ഇപ്പൊ മാനിൽ എന്തും പറയും HLA ആന്റിജൻ. ഇൻ ഹ്യൂമൻസ് MHC ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം 6. ഓക്കെ, there are two major classes of MHC molecules, class 1 and class 2. പക്ഷേ ലെസ് ഡിസ്കസ്ഡ് ആയിട്ടുള്ള MHC3 എന്ന മറ്റൊരു ഒന്നുകൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയാം. നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ MHC1 and 2 മാത്രം പറയുന്നു. There are two major classes of MHC molecules, class 1 and class 2 MHC proteins. Both class 1 and class 2 MHC proteins have very similar overall structure. They are both heterodimers. ഞാൻ ആ ഡയഗ്രാം കാണിച്ച് പറയാം. ഓക്കെ, ഈ MHC1ഉം 2ഉം ഈ ഭാഗത്തുനിന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാറുണ്ട്. ഞാനൊരു ഈ ഡയഗ്രാം കണ്ടിട്ട് ഞാൻ ടേബിൾ കാണിച്ചാൽ ഇത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ MHC1 ആണ് ഈ കാണിച്ചിരിക്കുക, ക്ലാസ് 1, ഇത് ക്ലാസ് 2. Class 1,
ഇറ്റ് കൺസ് ഓഫ് എ ട്രാൻസ്മെംബ്രെയിൻ ആൽഫ ചെയിൻ. ട്രാൻസ്മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? പ്ലാസ്മ മെംബ്രെയിൻ. ആ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഇതിങ്ങനെ കടന്നു പോകുന്ന ഒരു ആൽഫ ചെയിൻ. ഇത് ആൽഫ ചെയിൻ. ദെൻ ഒരു എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീൻ ആയിട്ടുള്ള β2 മൈക്രോഗ്ലോബുലിനും ഉണ്ട്. ഇതാണ് β2 മൈക്രോഗ്ലോബുലിൻ. തെറ്റിപ്പോകരുതേ. MHC1 എന്തൊക്കെയുണ്ട്? ഒരു ട്രാൻസ്മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു ആൽഫ ചെയിൻ ഉണ്ട്. മറ്റൊരെണ്ണം എന്താണ്? β2 മൈക്രോഗ്ലോബുലിൻ. എന്നാൽ ഇതിലാകട്ടെ എന്താണ്? ക്ലാസ് 2 MHC കൺസെപ്റ്റ് ടു ട്രാൻസ്മെംബ്രെയിൻ ചെയിൻസ്, രണ്ടും മെംബ്രെയിനിലൂടെ കടന്നു പോകുന്നതാണ്. കണ്ടോ? ഇനി ഹെറ്ററോഡൈമർ ആണേ. എന്താണ്? ഒരെണ്ണം ആൽഫ ചെയിനാണ്, മറ്റൊരെണ്ണം ബീറ്റ ചെയിനാണ്. ഇവിടെ ഒന്നും കൂടെ വരിക. ഇവിടെ ഒരെണ്ണം ഒന്നേ ട്രാൻസ്മെംബ്രെയിൻ ആയിട്ടുള്ളൂ, അത് ആൽഫ ചെയിനാണ്. പിന്നെ മറ്റേത് എക്സ്ട്രാ സെല്ലുലാർ ആണ്, അത് ട്രാൻസ്മെംബ്രെയിൻ അല്ല. അത് എന്താണ്? അതിന്റെ പേരെന്താണ്? β2 മൈക്രോഗ്ലോബുലിനാണ്. ഓക്കെ. ദെൻ ഇനി അടുത്ത പോയിന്റ്, ക്ലാസ് 1 MHC പ്രോട്ടീൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ആൾ ന്യൂക്ലിയേറ്റഡ് സെൽസ്. ഞാൻ ആ ടേബിൾ കാണിച്ചുതരാം. ഈ ടേബിള് വളരെ ഭംഗിയായി മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ നിന്നുമാണ് മിക്കവാറും MHC-യുമായിട്ടുള്ള മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. അതായത് സെക്കൻഡ് പോയിന്റ്, ക്ലാസ് 1 MHC പ്രോട്ടീൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ആൾ ന്യൂക്ലിയേറ്റഡ് സെൽസ്. അപ്പൊ എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലും അത് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇൻ RBC. ഓർത്തിരിക്കുക, RBCയിലെ MHC1 ക്ലാസ് 1 MHC പ്രോട്ടീൻസ് ആർ നോട്ട് എക്സ്പ്രസ്ഡ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആൾ ന്യൂക്ലിയേറ്റഡ് സെൽസ്. ഇവിടെ ക്ലാസ് 2 ആണെങ്കിൽ എക്സ്പ്രസ്ഡ് ഓൺലി ഓൺ ഇൻ ദ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് സച്ച് ആസ് മാക്രോഫേജസ്. ഓക്കെ. അടുത്ത സൈറ്റോടോക്സിക് T cells which has surface antigen CD8 recognize the antigens in association with the class 1 MHC protein. ഓർത്തിരിക്കുക, സൈറ്റോടോക്സിക് T cell. അപ്പൊ CD എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. CD markers are cell surface molecules or leukocytes. T cells leukocyte അല്ലേ, leukocytes which may be used to differentiate them. അപ്പൊ ഓരോന്നിന് ഇപ്പൊ ഹെൽപ്പർ T cellsന് അതിനൊരു മാർക്കർ ഉണ്ട്, CD4 എന്ന് പറയും, മറക്കരുത്. അപ്പൊ ഇവിടെ CD8 എന്ന് പറയുന്ന, അപ്പൊ സൈറ്റോടോക്സിന്റെ CD മാർക്കറാണ് CD8. ഹെൽപ്പർ T cellsന്റെ CD മാർക്കറാണ് CD4. അപ്പൊ CD4 സർഫേസ് ആന്റിജൻ ആയിട്ടുള്ള ഹെൽപ്പർ T cells ഏത് ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്തും? MHC2 അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ സൈറ്റോടോക്സിക് T cellsന്റെ CD മാർക്ക് CD8 ആണ്. അങ്ങനെയുള്ള T cells ഏത് ആന്റിജനെ പിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന? MHC1 ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ മറ്റൊരു പോയിന്റ്, കമ്പൈൻസ് വിത്ത് ക്ലാസ് 1 കമ്പൈൻസ് വിത്ത് എൻഡോജീനസ് ആന്റിജൻസ്. നമുക്ക് എന്താണ് എൻഡോജീനസ് ആന്റിജൻസ്? ഏതാണ്? വളരെ കോമൺ ആയിട്ടുള്ളതും അത് ചോദിക്കുന്നതുമായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണ്. 2 കോമൺ എക്സാമ്പിൾസ് ഓഫ് എൻഡോജീനസ് ആന്റിജൻസ് ആർ വൈറൽ പ്രോട്ടീൻസ്. നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്ന വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് എൻഡോജീനസ് ആന്റിജൻ ഒന്ന്. പിന്നെ സിന്തസൈസ്ഡ് വൈറസ് ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് സെൽ. ദെൻ യുണീക് പ്രോട്ടീൻ സിന്തസൈസ്ഡ് ബൈ കാൻസറസ് സെൽസ്. അപ്പൊ കാൻസറസ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എൻഡോജിനസ് പ്രോട്ടീൻസിനെയും റെക്കഗ്നൈസ് ചെയ്യുന്നത് ഏതായിരിക്കാം? ക്ലാസ് 1 MHC പിന്നെ MHC മോളിക്യൂൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആന്റിജനാണ്. ഇവിടെ കമ്പൈൻസ് വിത്ത് എക്സോജിനസ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്റ്റ് സെൽ ആൻഡ് എൻറ്റേഴ്സ് ദ സെൽ ബൈ എൻഡോസൈറ്റോസിസ് ഓഫ് ഫാഗോസൈറ്റ്. ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചിരിക്കുകയാണ് ചോദ്യം. ഇനി ആന്റിജൻ പ്രസന്റേഷൻ ബൈ MHC1 ഉം 2 ഞാൻ ഡയഗ്രാം കാണിച്ചിരിക്കുക. കണ്ടോ? മാക്രോഫേജ് ഇപ്പൊ നമ്മൾ പറഞ്ഞാലേ ഉള്ളൂ. MHC2 അത് ഹോൾഡ് ചെയ്യുന്നതാണ്. കണ്ടോ? അത് CD4 T cell. ഇവിടെ ക്യാൻസർ സെൽ കണ്ടോ? എൻഡോജിനസ് ആയിട്ടുള്ള പ്രോട്ടീനെ ഹോൾഡ് ചെയ്യുന്ന CD8 സെൽ. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഡയഗ്രാം ഒന്ന് നോക്കി നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണല്ലോ. ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് MHC which is recognized by CD4TH cell. എന്താണ്? MHC2 അല്ലേ? അപ്പൊ ഇതിലുള്ള ഏതും ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് മതി. മറ്റു ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ഓക്കെ, താങ്ക് യു.